വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടെ ദാനമായി തന്നു. ദൈവസന്നിധിയിലായിരിക്കാനും കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് പ്രോത്സാഹനം ലഭിക്കാനുമുള്ള അവസരം കർത്താവ് ഒരുക്കി തന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഞ്ചസിംഹാസനം അല്ലെങ്കിൽ അഞ്ച് സിംഹാസനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. നമ്മളതിൽ നാലാമത്തെ സിംഹാസനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുകയുണ്ടായത്. കർത്താവ് ഈ ലോകത്തിൽ 1000 ആണ്ട് വാഴും. നിത്യതയെക്കുറിച്ചൊക്കെ ഭാവിയെക്കുറിച്ചൊക്കെ എത്ര വ്യക്തമായിട്ടാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ അറിയുമ്പോൾ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അവരുടെ ഉത്സാഹം വർദ്ധിക്കുവാനിടയാവും. അപ്പോൾ ഈ 1000 ആണ്ട് വാഴ്ചയിൽ വിശുദ്ധന്മാർക്ക് പങ്കുണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി. വിശുദ്ധന്മാരെല്ലാവരും പങ്കെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്കറിയാം, നമ്മൾ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അനേകർ ലജ്ജിതരാവും. കാരണം അവർ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തരായിരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് രാജഭരണമില്ല. ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ച് എത്ര പേര് വ്യക്തമായും ഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ രാജഭരണം എന്നുള്ളത്, കർത്താവിനോട് കൂടെ ഉള്ള രാജഭരണം എന്നുള്ളത് ജയാളികൾക്ക് മാത്രമാണ്. എല്ലാവരും ജയാളികളല്ല. അത് നമുക്ക് വ്യക്തമായിട്ടും സഭയ്ക്കുള്ള ദൂതിലൂടെ, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിലെ ദൂതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ജയാളികളായിരിക്കുന്നവരാണ് കർത്താവിനോട് കൂടെ രാജഭരണത്തിൽ വരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം, അതിൻ്റെ 29-30 വാക്യം. ലൂക്കോ ചാപ്റ്റർ 22 വേഴ്സ് 29-30. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നു കുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. ഇവിടെ കർത്താവ് പറയുന്നത് ശിഷ്യന്മാരോടാണ്. ആ ശിഷ്യന്മാരോട് പറയുമ്പോൾ നമ്മൾ കണ്ടു, ശിഷ്യന്മാരായിരിക്കും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയും ഭരിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ ഇവിടെ പറയുന്നത്, ആ ന്യായം വിധിക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം 21-ാം വാക്യോടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ആർക്കാണ് ഈ ന്യായവിധിക്കുള്ള അധികാരം ലഭിക്കുന്നത് എന്ന് കർത്താവോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സഭാദൂതനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 3-21, റെവലേഷൻ ചാപ്റ്റർ 3:21. അവിടെ വായിക്കുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ ജയാളികൾക്കാണ് അതിനുള്ള അവകാശം കിട്ടുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ജയാളികളായിരിക്കുന്നവർ എന്ത് ചെയ്യുന്ന, നമ്മൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ ചാപ്റ്റർ 6 വേഴ്സ് 2, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? അപ്പോൾ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ സഭയിലുള്ള എല്ലാവരും വിശുദ്ധന്മാരാണ്. എന്നാൽ എല്ലാവരും ലോകത്തെ വിധിക്കുമോ? ഇവിടെയെല്ലാം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ജയാളികൾക്കുള്ള വാഗ്ദത്തങ്ങളായത്. ജയാളികളാണ് ഈ വിധി നടത്തുക. അപ്പോൾ നമുക്ക് കർത്താവ് തരുന്ന അധികാരത്തെക്കുറിച്ച് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 15 മുതൽ 25 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ലൂക്ക് ചാപ്റ്റർ 19 15-25, ഞാൻ ചുരുക്കമായി വായിക്കാം.
അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാരെ വ്യാപാരം ചെയ്ത് എന്ത് നേടിയെന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഒന്നാമത്തവൻ അടുത്ത് വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവൻ ആയിരിക്കുക എന്ന് കൽപ്പിച്ചു. രണ്ടാമനും വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിന് മേൽവിചാരനായിരിക്കുക എന്ന് അവൻ അവരോട് കൽപ്പിച്ചു. മറ്റൊരുവൻ വന്ന്, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ ഞാനത് ഒരു കുറുമാലിൽ കെട്ടി വെച്ചിരുന്നു. നീ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ട് എന്ന് പറഞ്ഞു. അവൻ അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാത്തത് എന്ത്? പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട്, ആ റാത്തൽ അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 റാത്തലുള്ളവന് കൊടുപ്പിൻ എന്ന് പറഞ്ഞു. കർത്താവേ, അവന് 10 റാത്തൽ ഉണ്ടല്ലോ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ഒരു റാത്തൽ ലഭിച്ചവൻ അവൻ എന്ത് ചെയ്തില്ല? വ്യാപാരം ചെയ്തില്ല. അവൻ വിശ്വസ്തനായിരുന്നില്ല. ഇതേ സംഭവം തന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലും വായിക്കുന്നുണ്ട്. ചിന്തിക്കുക, നമുക്ക് ദൈവം ഏൽപ്പിക്കുന്ന കാര്യത്തിൽ അവിടെ വായിക്കുന്നത്, പിന്നെ 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 20 മുതലാണ് വായിച്ചത്. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും ആ 3 നിലയുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരുത്തൻ ദുഷ്ടദാസനായിരുന്നു. അവനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, പിന്നെ ദുഷ്ടനും മടിയനുമായ ദാസൻ, അതിൻ്റെ 26-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതിന് യജമാനൻ അവനോട് ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ. അതിൻ്റെ 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കൊള്ളരുതാത്ത ദാസൻ. അപ്പോൾ ഈ കൊള്ളരുതാത്തവർക്കും രാജ്യഭരണം കിട്ടുമോ? ഇല്ല, അവർക്ക് ലഭിക്കത്തില്ല. അവരെ ദൈവം ആ രാജ്യഭരണത്തിലേക്ക് നടത്തുന്നില്ല. അപ്പോൾ ചിന്തിക്കുക, അപ്പോൾ അന്ന് പിന്നെ നമുക്ക് ലഭിക്കുന്നത്, നമ്മൾ ഈ സഭാജീവിതത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളും വരങ്ങളും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് 1000 ആണ്ട് വാഴ്ചയും ഈവൻ നിശ്ചിത പോലും അതിനോട് ബാധകമാണെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദൈവമക്കളെയും നമ്മൾ ഉണർത്തണം. കാരണം നമ്മൾ അലസന്മാരായിരിക്കാൻ പാടില്ല, മടിയന്മാരായിരിക്കാൻ പാടില്ല, വലിയ ഉത്സാഹികളായിരിക്കണം, തീഷ്ണതയുള്ളവരായിരിക്കണം, ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അന്നത്തെ കാര്യങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ കണ്ടു, നമ്മൾ ഈ ലൂക്കോസ് 22-ാം അധ്യായം 30-ാം വാക്യം വായിച്ചപ്പോൾ, ലൂക്ക 22:30 അവിടെ വായിക്കുമ്പോൾ കർത്താവ്, നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നുകയും കുടിക്കുകയും. അപ്പോൾ അന്ന് 1000 ആണ്ട് വാഴ്ചയിൽ തീറ്റകുടിയൊക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ തീറ്റകുടി എന്തുവാ? അന്നത്തെ ഭക്ഷണം എന്തായിരിക്കും? അന്ന് മാംസഭുക്കുകളില്ല. വളരെ ശ്രദ്ധിക്കണം. എല്ലാവരും വെജിറ്റേറിയൻ ആയിരിക്കും. എല്ലാവർക്കും വെജിറ്റേറിയൻ ഫുഡാണ് അന്ന്. ഇന്ന് മാംസാഹാരികളായിരിക്കുന്ന മൃഗങ്ങൾ പോലും അന്ന് അവിടെ പിന്നെ മാംസം ഭക്ഷിക്കില്ല, അല്ലെങ്കിൽ ഒരു മൃഗം മറ്റൊരു മൃഗത്തെ കൊന്നു തിന്നിയല്ല.
നോക്കുക, എത്ര സുന്ദരമായ ഒരു കാലഘട്ടമാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ യെശയ്യാ പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യം വായിച്ചാൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഞാൻ ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാ 11:6-9. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകൊറ്റനോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണ്ണിയുടെ ഒത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഓരോ ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. നോക്കുക, അന്നത്തെ ഈ ഭാഗങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. ഞാൻ ലളിതമായിട്ടൊന്ന് പറയട്ടെ. അന്ന് ആരും ആരെയും ഉപദ്രവിക്കുന്നില്ലെന്ന് മാത്രമല്ല, പിന്നെ ഒരു മൃഗം മറ്റൊരു മൃഗത്തെ തിന്നത്തില്ല. നമ്മൾ ചിന്തിക്കുക, ഇന്നത്തെ കാലത്ത് നമുക്കിതൊക്കെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കാനായിട്ട്, അതങ്ങ് വിശ്വസിക്കാനായിട്ട് എന്തൊരു കഷ്ടമല്ലേ. ഇന്നിപ്പം വനത്തിൽ നിന്നൊക്കെ പിന്നെ പുലിയും കടുവയൊക്കെ വന്ന് മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയി തിന്നുക. എന്നാൽ കർത്താവും വിശുദ്ധന്മാരും ഈ ലോകത്തെ ഭരിക്കുന്ന കാലയളവിൽ അതെത്ര ശ്രേഷ്ഠമായിരിക്കും. ആ വർണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ യെശയ്യാവ് തന്നെ 32:1, യെശയ്യാ 32:1 അവിടെ വായിക്കുന്നത്, ഒരു രാജാവ് നീതിയോട് വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അവിടെയൊന്നും യാതൊരു അന്യായം ഉണ്ടായില്ല. നീതിയോടെയുള്ളൊരു ഭരണം. ഇന്നത്തെ ലോകം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു നീതിപൂർവമായ ഒരു ഭരണം. അത് ലഭിക്കാൻ വേണ്ടി ജനങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുക. ഇവിടെയുള്ളവരെ ഒരു നീതിയോട് കൂടിയുള്ളൊരു ഭരണം ഈ ലോകത്ത് വരാൻ പോകുകയാണ്. അത് കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയാണ്. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചിന്തിക്കുക, അപ്പോൾ അന്ന് കർത്താവ് ഈ ലോകത്തെ ഭരിക്കുമ്പോൾ ഈ ഭൂമിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും അറിയാമോ? ഭൂമി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നമ്മൾ സങ്കീർത്തനം 72-ന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, Psalms 72:16, ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യ സമൃദ്ധി ഉണ്ടാവും, അതിൻ്റെ വിളവ് ലെബനോനെ പോലെയും നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെയും തഴയ്ക്കും. വളരെ വിലപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വളരെ സമൃദ്ധി നിറഞ്ഞ ഒരു അവസ്ഥയായിരിക്കും അന്നത്തെ കാലഘട്ടം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഭൂമിയിൽ എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാണ്. ഇന്ന് നമുക്ക് ഒരുപാട് മരുഭൂമിയെല്ലാം കാണാൻ പറ്റും. എന്നാൽ അന്ന് മരുഭൂമിയെല്ലാം മലർവാടിയായിരിക്കും. മനസ്സിലാക്കണം, എല്ലാം നല്ല പൂന്തോട്ടങ്ങളായിരിക്കും. ചിന്തിക്കുക, അത്ഭുതമല്ലേ? ഇന്ന് നമുക്ക് സഹാറ മരുഭൂമിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു പച്ചപ്പൊരു ഒരിക്കലും കാണാൻ കഴിയില്ല. എന്നാൽ നോക്കുക, കർത്താവ് രാജ്യം ഭരിക്കുമ്പോൾ ഈ ഭൂമിയെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും. മാത്രമല്ല, കർത്താവ് രാജ്യം ഭരിക്കുമ്പോഴുള്ള ഒരു വളരെ വിലപ്പെട്ട ഒരു കാര്യം, അന്ന് അംഗഹീനർ ഉണ്ടായിരിക്കില്ല. ചിന്തിക്കുക, ഇന്ന് നമ്മൾ എന്തുമാത്രം അംഗഹീനരെ കാണുന്നു അല്ലേ? എന്നാൽ അന്ന് അംഗഹീനർ ഉണ്ടായിരിക്കില്ല. നോക്കുക, നമ്മൾ യെശയ്യാ പ്രവചനം 32 അതിൻ്റെ 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ, യെശയ്യാ 32 chapter 3-5 അവിടെ വായിക്കുന്നത്, കാണുന്നവരുടെ കണ്ണ് ഇനി മങ്ങുകയില്ല, കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കും, അവിവേകികളുടെ ഹൃദയം പരിജ്ഞാനം ഗ്രഹിക്കും, വിശുദ്ധന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും, ഭോഷനെ ഇനി ഉത്തമനെന്ന് വിളിക്കുകയില്ല,
ആവാസനെ മഹാത്മാവെന്ന് പറയുകയുമില്ല. പറയുന്നതിന് സാരം അന്ന് എവിടെയും അംഗഹീനത ഉണ്ടായിരിക്കില്ല. മാത്രമല്ല അന്ന് രോഗികളുണ്ടായിരിക്കില്ല. നോക്കുക, 33-ാം അധ്യായം യെശയ്യാ 33-24, യെശയ്യാ 33:24. എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയുകയില്ല. അതിൽ പാർക്കുന്ന ജനത്തിൻ്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. അപ്പോൾ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ ആരും രോഗികളായിട്ടില്ല. നോക്കുക, ഇന്ന് ഏതെല്ലാം നിലയുള്ള സ്പെഷ്യലാലിസ്റ്റ് ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ കർത്താവ് 1000 ആണ്ട് ഭരിക്കുമ്പോൾ ഒന്ന് അംഗഹീനനുണ്ടാകുകയില്ല. മുടങ്ങനോ കുരുടനോ ബദിരനോ നമ്മൾ ചിന്തിക്കുക, എല്ലാവരും നല്ല ആരോഗ്യവാന്മാരായിരിക്കും. കാരണം എന്തുവാ? അവരുടെ ഭക്ഷണശൈലി നോക്കിയേ. അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം, അത് വളരെ വിലപ്പെട്ടതായിരുന്നു. അത് യെശയ്യാ 7-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങളാണ്. യെശയ്യാ ചാപ്റ്റർ 7 വേഴ്സ് 21-22. അന്നാളിൽ ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും 2 ആട്ടുകൊറ്റനെയും വളർത്തും. അവയെ കറന്നു കിട്ടുന്ന പാലിൻ്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊച്ചു കഴിക്കും. ദേശത്ത് ശേഷിച്ചിരിക്കുന്ന എവിടെയും ആഹാരം തൈരും തേനുമായിരിക്കും. ഉണ്ടോ? നമ്മൾ ചിന്തിക്കുക, തൈരും തേനും എന്ന് പറഞ്ഞാൽ അന്നുള്ള ആൾക്കാരുടെയൊക്കെ കളർ എന്നായിരിക്കും. അവർ കഴിക്കുന്നത് എന്തുവാ? എത്ര അനുഗ്രഹീതമായ നല്ല ആഹാരം. ഞാൻ പറഞ്ഞല്ലോ, മാംസഭുക്കൾ ഉണ്ടായിരിക്കില്ല. എല്ലാവരും നല്ല മനോഹരമായ ഫ്രൂട്ടുകൾ, നല്ല ഇന്ന് നമ്മൾ കാണുന്ന ലഭിക്കുന്ന ഫ്രൂട്ടുകളെല്ലാം മായം ചേർന്നവയാണ്, കെമിക്കലാണ്. എല്ലാം നമ്മൾ തിന്നുന്നതെല്ലാം ഒരു രീതിയിൽ വിഷമാണ്. എന്നാൽ അത് അങ്ങനെയല്ല. ഈ ഭൂമിയുടെ അവസ്ഥയൊക്കെ മാറുകയാണ്, കാലാവസ്ഥ മാറുകയാണ്, വിളവുകളുടെ അവസ്ഥ മാറുകയാണ്. എങ്ങും യാതൊരു ദാരിദ്ര്യം ഉണ്ടായിരിക്കുക, പട്ടിണിയില്ല. വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെ. മാത്രമല്ല ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു വലിയ സവിശേഷത, ഈ യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ അന്ന് ജനങ്ങൾ യുദ്ധം അഭ്യസിക്കുകയില്ല. അന്ന് യുദ്ധമില്ല. നോക്കുക, നമ്മൾ 2-ാം അധ്യായം 4-ാം വാക്യം, അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. നോക്കുക, അനേക സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള റെഫറൻസ് ഉണ്ട്. നമുക്ക് മീകാ പ്രവചനം 4-ാം അധ്യായം 3-4 വാക്യത്തിൽ കാണാം. ഹോശേയ പ്രവചനം 2:18 കാണാം. അങ്ങനെ അനേക ഇടങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കുക, അന്ന് ആരും യുദ്ധം അഭ്യസിക്കുകയില്ല. നിൽക്കുക, വളരെ വിലപ്പെട്ടൊരു കാര്യമല്ലേ? യുദ്ധമില്ല, കഷ്ടതയില്ല. എത്ര അനുഗ്രഹീതമായ ഒരു അവസ്ഥയാണ് 1000 ആണ്ട് വാഴ്ച. വളരെ വിലപ്പെട്ട ഒരു കാര്യം അധികം മക്കളെ. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാനായിട്ട് വലിയ പ്രയാസമാണ്. ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും ഇതല്ല അല്ലേ, നമ്മൾ ആയിരിക്കുന്ന ഈ തലമുറയിൽ യുദ്ധങ്ങൾ എന്തുമാത്രം നടക്കുക. ഇപ്പം റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം ഏതാണ്ട് 5 വർഷമാകുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനും, ഇറാനിൽ നിന്നും മറ്റുള്ള അറബ് രാജ്യങ്ങളിലേക്കുള്ള യുദ്ധം, എന്തുമാത്രം യുദ്ധങ്ങളാണ്. ചൈനയും തൈവാനും തമ്മിലുള്ള യുദ്ധം, ജപ്പാനുമായിട്ടുള്ള യുദ്ധം. ഇവിടെ ഇന്ത്യ തന്നെ പലവട്ടം പാകിസ്ഥാൻ, മറ്റ് ചൈന ഉന്നം വെച്ചുകൊണ്ടിരിക്കുക. നോക്കുക, എല്ലായിടത്തും ഭയങ്കരമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥ. എന്നാൽ യുദ്ധമില്ലാത്തൊരനുഭവം നമ്മൾ ചിന്തിക്കുക.
അന്നത്തെ ജനങ്ങളുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തപൂർണമായ അവസ്ഥയായിരിക്കും. സമാധാനത്തോടെ കഴിഞ്ഞുകൂടാ. അന്നത്തെ സമയത്തും വീട് പണിയൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ആൾക്കാർക്ക് വീട്ടിൽ കിടന്നുറങ്ങണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഏഷ്യ പ്രവചനം 65 അധ്യായം വായിക്കുമ്പോൾ ഇതൊക്കെ ഈ ലോകത്തിലേക്ക് തന്നെ കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴ്ചയിൽ വരുമ്പോൾ നമുക്ക് അനുഭവിക്കുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ 65 അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യം വളരെ വിലപ്പെട്ട വാക്യങ്ങളായതുകൊണ്ട് ഇവ വായിക്കാം. ഏശയ്യ 65:19-25. ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല. നോക്കുക, ഇന്ന് എവിടെ ചെന്നാലും അത് കേൾക്കാനുണ്ടല്ലേ. നോക്കുക, കരച്ചിലും നിലവിളിയും അന്നില്ല. ചിന്തിക്കപ്രിയമുള്ളവരെ, കേൾക്കില്ല. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടായിരിക്കുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. നോക്കണം, എന്ന് വെച്ചാൽ അന്ന് മരിക്കുന്ന ഒരു വ്യക്തിക്ക് 100 വയസ്സേ ഉള്ളെങ്കിൽ പറയുന്നത് എന്താ അറിയോ? ബാലൻ, അവിടുത്തെ ആ ബാലൻ മരിച്ചുപോയി, 100 വയസ്സേ ഉള്ളൂ. അവിടെ ചിന്തിക്കുക. ഇന്നാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക എന്തായിരിക്കും അവസ്ഥ? ഇന്ന് 100 വയസ്സുള്ളവരെ നമുക്ക് കാണാനേ ഇല്ല. എന്നാൽ അന്നത്തെ അവസ്ഥ പറയുക, 100 വയസ്സുള്ളവൻ ബാലനാണ്. ചിന്തിക്കുക. അപ്പോൾ ബാലൻ 100 വയസ്സുള്ളവൻ മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവനെ വരൂ. അവർ വീടുകളെ പണിത് പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിയുക, മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക, മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാകും. വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ. നമുക്കറിയാമോ, ഇന്നും 1000, 1500, 2000 വർഷം പഴക്കമുള്ള വൃക്ഷങ്ങളുണ്ട്. ചിന്തിക്കുക. അപ്പോൾ വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ 1000 ആണ്ട് വാഴ്ചയിൽ ജനങ്ങളുടെ ആയുസ് നമ്മൾ ഉൽപ്പത്തിയിൽ കാണുന്നില്ലേ? മനുഷ്യരെ 969 വർഷം ജീവിച്ചു. അതിനേക്കാളും നീണ്ട ആയുസ്സായിരിക്കും 1000 ആണ്ട് വാഴ്ചയിൽ. നിങ്ങൾ ചിന്തിക്കുക. അതും പിന്നെ ഏതെങ്കിലും ശാരീരിക ക്ലേശം ഉണ്ടായിരിക്കില്ല. അവർ ബലവാന്മാരായിരിക്കും, ശക്തന്മാരായിരിക്കും. ചിന്തിക്കുക. അപ്പോൾ അവർ വൃഥ അധ്വാനിക്കുകയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അപ്പോൾ ആ നാളിലും 1000 ആണ്ട് വാഴ്ചയിലും വീട് പണിയുണ്ട്, വിവാഹമുണ്ട്, പ്രസവമുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്. ചില ചിന്തിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയിൽ മരണമില്ല. മരണമുണ്ട്, ജനനമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ആപത്തിനായി പ്രസവിക്കുകയില്ല. അവർ യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്താനം അവരുടെ കൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്തു. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടമാണ് പ്രിയമുള്ളവരെ. ചിന്തിക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടം. അന്ന് വിവാഹമുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്. ഇതൊക്കെ എത്ര വലിയൊരു കാര്യമാണ്. അപ്പോൾ ചിന്തിക്കുക. അപ്പോൾ അന്ന് പട്ടാളവും പോലീസും ഒന്നുമില്ല, ഹോസ്പിറ്റലൊന്നുമില്ല. നോക്കുക, അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതാണ് 1000 ആണ്ട് വാഴ്ച. എത്ര മനോഹരം. മനുഷ്യർ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ പാർക്കും. വീട്ടിൽ പാർക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ആർക്കും ഒരു ദോഷവും ചെയ്യില്ല. നമ്മൾ കിടന്നുറങ്ങുന്നിടത്ത് വന്ന് സിംഹവും കിടന്നുറങ്ങിക്കോളും. നോക്കുക.
നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറമല്ലേ 1000 ആണ്ട് വാഴ്ച. എത്ര സുന്ദരമാണ് ഇത്! കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചില്ലേ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 10. നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ. അതാ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ പഠിപ്പിച്ച നിന്റെ രാജ്യം വരണമേ എന്ന ആ പ്രാർത്ഥനയിൽ പഠിപ്പിച്ച കാര്യം പൂർത്തീകരിക്കുന്നതാണ് ഈ ലോകത്തിൽ കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ച. എത്ര ശ്രേഷ്ഠമാണ്, എത്ര മനോഹരമാണ്! നമ്മൾ പഠിക്കണം. 1000 ആണ്ട് വാഴ്ച അതിസുന്ദരം. അപ്പോൾ നമ്മൾ കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴുവാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ നാം ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യണം? നാം ജയാളികളായി ജീവിക്കണം. കർത്താവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നമ്മൾ പ്രതിഫലത്തിന് യോഗ്യമായ നിലയിൽ ഈ ചെറിയൊരു ആയുസ് കഴിക്കണം. നമ്മളെ തന്നെ കർത്താവിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിന് നമ്മളെ തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയണം. അങ്ങനെ കർത്താവിന് ഉപയോഗമുള്ള പാത്രമായി നാം തീരുന്നുവെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടുകൂടെ നമുക്ക് ഭരിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ 1000 ആണ്ട് വാഴ്ചയിൽ ജയാളികളായ വിശുദ്ധന്മാർക്ക് കർത്താവിനോടുകൂടെ രാജഭരണത്തിൽ പങ്കുണ്ട്. അവർ ജനത്തിന്മേൽ അധികാരം നടത്തും. അവർ പട്ടണങ്ങൾക്ക് അധികാരികളായിരിക്കും. അന്ന് ഭക്ഷണപാനീയങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഉയർത്തതിന് ശേഷം ശിഷ്യന്മാർ ഭൂതമാണെന്നൊക്കെ പറഞ്ഞ് മേടിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ഭൂതമൊന്നുമല്ല. കാരണം എന്തില്ല? ഭൂതങ്ങൾക്ക് അസ്ഥിയും മാംസവും ഇല്ല. നമ്മൾ ലൂക്കോസ് അതിൻ്റെ 24-ാം അധ്യായം 39-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കയ്യും കാലും വരെ കാണിച്ചു. എന്നിട്ട് കർത്താവോട് ചോദിച്ചു, തിന്നാൻ വല്ലതും ഉണ്ടോ? ഉടനെ അതിൻ്റെ 42-ാം വാക്യം, അവർ ഒരു കണ്ടം വറുത്ത മീനും തേൻകെട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണുകയെ ഭക്ഷിച്ചു. നമ്മൾ 1000 ആണ്ട് വാഴ്ചയിൽ ഭക്ഷിക്കുന്നത് വിശപ്പുണ്ടായിട്ടല്ല, അന്നുള്ള ജനങ്ങളോട് കൂടി ഒരു ഫെലോഷിപ്പിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഇവിടെ കർത്താവ് ശിഷ്യന്മാരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ വേണ്ടി കഴിച്ചതേ ഉള്ളൂ. കർത്താവിന് വിശന്നിട്ട് കഴിച്ചതല്ല. അപ്പോൾ അന്ന് ഭക്ഷണപാനീയങ്ങളുണ്ട്. കർത്താവിനോടുകൂടെ മേശയിൽ നമ്മൾ വീഞ്ഞു കുടിക്കും, നമ്മൾ ആഹാരം കഴിക്കും. നമുക്ക് വളരെ സമൃദ്ധമായ, വളരെ സന്തോഷപ്രദമായ ഒരു അനുഭവം ഇവിടെ അന്ന് വിശുദ്ധന്മാർക്ക് ഉണ്ടാവും. അത് നീതിയോടെയുള്ള ഭരണമായിരിക്കും. ഭൂമി പൂർണ്ണമായും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അന്നൊരു രീതിയിലുള്ള അംഗഹീനർ, ബലഹീനർ ഉണ്ടായിരിക്കില്ല, രോഗികൾ ഉണ്ടായിരിക്കില്ല, യുദ്ധം ഉണ്ടായിരിക്കില്ല. അന്ന് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, യുദ്ധോപകരണങ്ങളൊക്കെ കൃഷിയോപകരണങ്ങളാക്കി മാറ്റുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ചിന്തിക്കുക, അങ്ങനെ യുദ്ധമില്ല. മാത്രമല്ല, അന്ന് പിന്നെ വീടുകൾ പണിയും, വിവാഹം നടക്കും, കുട്ടികൾ ജനിക്കും, മരണവും സംഭവിക്കും. ഇതെല്ലാം ഉണ്ട്. എത്ര നിർഭയമായ വാസം, സന്തോഷപ്രദമായ വാസം! ദൈവമക്കളെ, ഇത് ദൈവം നമുക്ക് ഭാവിയിലേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. മണവാളൻ ഒരു ദിവസം മണവാട്ടിയുടെ ഭവനത്തിൽ വന്ന് പാർക്കും. 1000 ആണ്ട് ദൈവത്തിന്, നമ്മളുടെ 1000 ആണ്ട് ദൈവത്തിന് ഒരു ദിവസമാണ്. ആ ഒരു ദിവസം കർത്താവ് ഈ ലോകത്തിൽ തൻ്റെ കാന്തയോട് ചേർന്ന് സന്തോഷിക്കാനായിട്ട് വരും. ആ സുദിനം അതെത്ര നല്ലതായിരിക്കും! അതിനുവേണ്ടിയും നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഇതൊന്നുമല്ല നമ്മുടെ പ്രത്യാശ, പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേമും. ഇതൊക്കെ വിശുദ്ധരോടുള്ള ബന്ധത്തിൽ ഇതൊരു പ്രത്യേക അനുഭവമാണ്. നിശ്ചയമായും കർത്താവിനോട് കൂടെയുള്ള ഈ രാജ്യഭരണം വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് അതിനായിട്ട് നമുക്ക് ഇപ്പോഴേ ഒരുക്കങ്ങൾ ചെയ്യാം. ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കർത്താവ് അതിനു വേണ്ടി എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.